അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ട് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ അതിന് പോയിട്ട് തിരികെ വന്ന് നമ്മുടെ സുലുക്കുട്ടൻ വേട്ടയാട് വിളയാട് എന്ന് പറഞ്ഞതുപോലെ കുറച്ച് മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന വിശേഷങ്ങളൊക്കെയാണ്. ഞങ്ങളുടെ ശാലമ്മയുടെ പോവുകയാണ്. ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിന് അവിടെ ചെന്ന് ശാലുക്കുട്ടനെയും കൂട്ടി അവർ ഉമ്മിയും മാപ്പി എല്ലാവരുമായിട്ട് പോകാനാണ്. ആച്ചിപ്പൊന്നാരി ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളു. എല്ലാരും ഒന്ന് വയറു നിറച്ച് കണ്ടു. കുഞ്ഞാപ്പിനെ കണ്ടോ? എന്റെ അയനപ്പന് പപ്പായും മോനും ഫ്രണ്ടിലുണ്ട്. അങ്ങനെ നമ്മളിതാ ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ഒത്തിരി താമസിച്ചു ഞങ്ങൾ വരാൻ. എന്തോ ഇയ്യാ ആപ്പിച്ചി കുഞ്ഞാപ്പി ഈടെ കുഞ്ഞാപ്പി തിരുവല്ലായിൽ വന്നപ്പോൾ റോഡ് ബ്ലോക്കായിരുന്നു. എപ്പോൾ വന്നാലും അങ്ങനെ തന്നെ. ഇടിഞ്ഞില്ലം വഴി കയറി വന്നാൽ എളുപ്പമാണ്. പക്ഷേ സുലു ആയതുകൊണ്ട് നേരെ തിരുവല്ല വഴിയെ വിട്ടു. അതുകൊണ്ട് ഒരുപാട് താമസിച്ചു. 12 മണിക്കാണ് അവർ പറഞ്ഞിരുന്നത് വളയിടിച്ചിൽ. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ 12:30 കഴിഞ്ഞു. ശാലുവൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ നമ്മുടെ ശാലമ്മയുടെ വീട്ടിൽ വന്ന ശാലുക്കുട്ടനെ കാണാൻ. പൂച്ച കിടക്കുന്നു. ചിയപ്പൂ ചിയപ്പൂ ചെരുപ്പിടുന്നില്ല പൊന്നെ? ഇന്നലെ ഇട്ടോ? രാത്രിയിൽ ഇട്ടോ? അടിപൊളിയല്ലോ, സൂപ്പറായിട്ടുണ്ടല്ലോ. സുലുക്കുട്ടന്റെ വണ്ടി അങ്ങോട്ട് നീക്കിയെങ്കിലേ. ഹായ് ഹായ് കുഞ്ഞപ്പാ. ശാലു കുറച്ചും എടുക്കണ്ട, കൂടുതലും എടുക്കണ്ട. പോയേ എനിക്കും വേണോ? സുലുക്കുട്ടൻ അങ്ങ് പോയോ? വേണ്ട, വിട്ടാരെ വിട്ടാരെ വിട്ടാരെ. എന്താ അപ്പയുടെ കൂടെ പോയാ മതി അവന്. കൊണ്ടോടി ഉമ്മയുടെ കൂടെ വരാൻ പറഞ്ഞപ്പോ ഒരൊറ്റ ഓട്ടം. പേരക്കായോ? പപ്പ കണ്ടുപിടിച്ചോ? പറിച്ചു. അവര് പപ്പായി മോള് കൂടെ പേരക്ക പറിക്കുന്നത്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. സർപ്പോട്ടയുണ്ട്, പിന്നെ റംബുട്ടാനുണ്ട്. വരുവാ വരുവാ. അവനങ്ങ് വന്ന് ഞാൻ സിയ എൻ്റെ ഒപ്പം വന്ന് കേട്ടോണ്ട് അവൻ തിരിച്ചു വന്നു. ഓടിപ്പോ ഓടിപ്പോ. വാ നമ്മുടെ വണ്ടി പോയി കയറി. ചെല്ലു പൊന്നെ, ഓടിച്ചെല്ലു. അവര് മുമ്പേ പോട്ടെ, കാരണം നമുക്ക് വഴി. പ്രേമം ചേട്ടനോട്.
രാഗിണി ഇതായി ഞങ്ങൾ ഇന്ന് എല്ലാവരും നേവി ബ്ലൂവിൻ്റെ ഷഹാലു റോയൽ ബ്ലൂവും നേവി ബ്ലൂവും കൂടെ കലർന്നത്. സുലു നേവി ബ്ലൂ, പപ്പ നേവി ബ്ലൂ, ഞാൻ മൊഡാല് നേവി ബ്ലൂ, ഇവിടെ റുക്കമ്മ മൊഡാല് നേവി ബ്ലൂ. കുഞ്ഞപ്പൻ മാത്രമേ ഉള്ളൂ ഇന്ന് വ്യത്യസ്തനാമൊരു കുഞ്ഞപ്പൻ. എൻ്റെ മോനും ഉണ്ട് നേവി ബ്ലൂവും ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും കൂടെ. ഇതൊന്നും ഞങ്ങൾ അറിയാതെ പറയാതെ ഇട്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് അത്ഭുതപ്പെട്ടേ. എല്ലാവരും നേവി ബ്ലൂ. അവരെല്ലാം അവിടെയാ ഉള്ളേ. അവരൊക്കെ വന്നോണ്ടേ. ഇതാണ് അവരുടെ മാമച്ചിയുടെ വീടാണ്. ഇവിടെ വന്നത്. ഇവിടെയാണ് ഒരു ഫംഗ്ഷൻ ഉള്ളത്. അവരുടെ മാമച്ചിയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പുരയിടത്തിലാണ്. അവിടെ ഒരു ഓഡിറ്റോറിയം പോലെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആർട്സ് ക്ലബിൻ്റെയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ വളയിടിച്ചത്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കുകയാണ്. പെണ്ണും വന്നില്ല, ചെറുപ്പം വന്നില്ല. ഞങ്ങൾ എല്ലാവരും അച്ചി കുറച്ച് പുറത്തോട്ട് നോക്കും. ശനിപ്പൻ ചെയ്യാ അയലിനെ കാണുന്നില്ല. അപ്പുറത്താ, അതിനും അപ്പുറത്താ. ഞങ്ങൾ ഇങ്ങനെ ഏറ്റവും ഫ്രണ്ടിൽ മുസ്ലിയാക്കന്മാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പോയി വീഡിയോ എടുക്കാനൊരു ചമ്മൽ കേട്ടോ. അപ്പം ഞാൻ പതുക്കെ സിയമോളെ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ മോള് പോയൊന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവളെടുത്ത വീഡിയോ ആണ് പിന്നീട് കാണുന്നത്. എന്ത് ചെയ്യാനാണ് ഈ ചൂടെടുക്കുന്നതിന് ചക്കരെ? സാനുക്കുട്ട സനു
നമ്മുടെ വളയിടിച്ചിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ സിയ മോൾ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് അതിൽ വ്യക്തമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോകാനായിട്ട് ഇറങ്ങുകയാണ്. മക്കൾ ഇവനെ കുറച്ച് പാട് വിടുമെന്ന് തോന്നുന്നു. ഇനില്ലേ ഇവിടെ കാണിച്ചു വാപ്പായും മക്കളും കൂടി വാപ്പിയുടെ കടയിൽ പോയിട്ട് വരുവാണേ. അപ്പോൾ ഈ റോഡ് നേരെ ചെല്ലുന്ന മാർക്കറ്റിനകത്തേക്കാണ്. അവരുടെ കടയുടെ ഫ്രണ്ടിൽ ചെന്ന് കയറാം. നേരെ പുറകെ ഞാൻ 2 വഴി കാണിച്ചിട്ടുണ്ടല്ലോ, അതിൽ വലിയ വണ്ടികളൊക്കെ അതിലേ വരും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ്ട ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചിയാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. പാവം കേട്ടോ, ഭയങ്കര കാര്യമാണ് പിള്ളേരെ. ഇവർക്ക് മക്കൾ ഒന്നുമില്ല കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. എനിക്ക് ഇന്നലെ ചൂലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്ന് ഇവിടെ എന്ത് കാര്യത്തിനും ഓടി വരും കേട്ടോ. കഷ്ടം. 3 കൊച്ചുങ്ങളിരുന്ന് ഐസ്ക്രീം കൊച്ചുമക്കളോടൊപ്പം ഇരുന്ന് ഐസ്ക്രീം തരുന്ന വാപ്പ സനിക്കുട്ട എടാ ആച്ചിക്കുട്ട, നിങ്ങളുടെ വേറൊരു കൊച്ചു കുഞ്ഞിന് അവിടെ ഇരുന്ന് ഐസ്ക്രീം തരുന്നുണ്ടോടാ. രാത്രി ആയപ്പോ സുലുക്കുട്ടൻ മീൻ പിടിക്കാൻ പോയി. രാത്രി ഊപ്പച്ചാത്തം പോയി പിടിച്ചോണ്ട് വന്നു. അതെ, എനിക്ക് വരിയായി. ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട് കേട്ടോ, എല്ലാം ചത്ത് കേട്ടോ. അല്ലല്ലോ മോനെ, ജീവനുണ്ട് മോനെ. അതേണ്ട മോനെ, ജീവനുണ്ട്. അൻസർ മോനെ, ജീവനുണ്ട്. കഷ്ടം. അയ്യോ മോനെ, ഓടി പാടി ചക്കരെ. നിന്റെ മാമിച്ചി തേണ്ട വേട്ടയാടാൻ പോയതാ. വേട്ടയാട് വിളയാട്. അതാണ്ട് അത് കാണാൻ വന്ന ലോകർക്കും മട്ടില്ല. എന്തോനെ ഇതോ ആണോ? ഇറങ്ങി പിടിച്ചോടാ. ഹായ്, ജീവനുണ്ട് ഇതിനുണ്ട്. ഇതെന്തോ മീന്, എന്തോ മീന് ഇതിന്റെ പേര്? നെച്ചറയോ കച്ചറയാണോ? എനിക്ക് എന്റെ പൊന്നി, തിലോപ്പിയ. അല്ലല്ലല്ല, ഇതെവിടുന്ന മനോ? കടലിൽ നിന്ന് പിടിച്ചു തന്നോടാ. ഇവന് ജീവനുണ്ട്. ഇതെന്താ കച്ചറയോ? അതേണ്ടത് കായല് മീനായത്. അല്ല മോനെ, ഇത് കായല് മീനാ. ജീവനുണ്ട്. ജീവനുണ്ടേ അമ്മച്ചിയാ. അങ്ങോട്ട് അത് എന്റെ മോൻ പോയി വേട്ടയാട് വിളയാട് കൊണ്ടുവന്നതാണ്. മീൻ പിടിക്കാൻ പോയതാ. കണ്ട അവന് ഊപ്പച്ചാത്തന രാത്രിയില് ഇവിടെ കാലിൽ മുറിഞ്ഞോ മോനെ? കാല് കൈ കൊണ്ടടി പൊന്നെ. ഡിങ്കിരി ഡിങ്കാരെ ഇടിച്ചതാ. കല്ലിന്റെ മുങ്ങിത്തപ്പി പിടിച്ചു. അയ്യോ, ഇത് ജീവിയല്ലടാ കണ്ണ, ഇത് തിലോപ്പിയാന്ന് പറയും. കണ്ട ഇതിന്റെ അകത്തോ? അത് സാരമില്ല, നമ്മുടെ ജീവനുണ്ട്. അനങ്ങ്. ഇതിനാണോടാ ടേസ്റ്റ്? സുലുക്കുട്ട, ഇതിനാണോടാ ടേസ്റ്റ് കൂടുതൽ? ഇത് തിലോപ്പിയ അല്ലേ? ഇത് കച്ചറ. കച്ചറ മോനെ, ഇത് അതിനകത്തുള്ളൊരു പേനാടി, ഒരു സൈസ് ജീവിയാ. കണ്ടതേ കണ്ട? പേടിയാണോ?
അപ്പോൾ അതാണ്ടാണ്ട ഇപ്പം ഈ രാത്രി ഇപ്പം ഏതാണ്ട് ഒരു 11:30-12 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഒന്നവനെ എന്റെ മോനെ മുപ്പല്ലിയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ കുത്തിപ്പിടിച്ചോണ്ട് വരും ഇഷ്ടം പോലെ മീന്. അപ്പൊ ഞങ്ങൾ ഇത് വെട്ടി ഇപ്പൊ പൊരിച്ച് ഫ്രഷ് ആയിട്ട് അടിക്കാൻ പോവാ. അളിയൻ ഇപ്പൊ വന്നിരുന്നെങ്കിൽ തിന്നുകൂടായിരുന്നു അളിയ. ഇത് നല്ല വീട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു വലിപ്പമുള്ള ഒരെണ്ണമാണ്. നമ്മുടെ സുലുക്കുട്ടൻ്റെ കുറച്ച് കൂട്ടുകാർ പട്ടാളത്തിലൊക്കെ ഉണ്ട്, അവരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ പോയതാണേ. നമ്മുടെ ഇവിടെ അടുത്ത് കൃഷി ഇറക്കുന്നതുകൊണ്ട് ഇഞ്ചന്തറയൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി രാത്രി പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവർ പോകാറായതുകൊണ്ട് കുറച്ച് ചക്ക കൂടി പഴുത്തയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനെടുത്ത് ഇച്ചിരി കുമ്പളപ്പം ഉണ്ടാക്കി രാത്രി ഏതാണ്ട് 12 മണിയായിട്ടുണ്ട്. ഇത് നമ്മൾ കുമ്പളപ്പത്തിൻ്റെ മാവ് റെഡിയാക്കിയ പാത്രമാണ് കേട്ടോ. അത് അതിൻ്റെ അകത്ത് രാത്രിയല്ലേ, നമുക്ക് പുറത്തിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ വെള്ളത്തിലോട്ട് അങ്ങ് വേസ്റ്റ് കളയുക. അല്ലാതെ അയ്യോ ഈ ചരുവ് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ എന്താ പറയുന്നത്, പഴുത്ത ചക്കയായിട്ട് കുമ്പളപ്പം ഉണ്ടാക്കിയില്ലേ, മാവ് കുഴച്ച് ചരുവാണ്. ഇത് ഞാൻ വേറൊരു ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ചെത്തിയാണ് എടുക്കുന്നത്, തീരെ ചെറുത്. ഇത് വേറൊരു ട്രിക്ക്. ചെത്തി ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട്. സാധാരണ ഞാനിത് ചെത്തി നല്ല വെള്ളി വിളയുന്ന, അത് പല വീഡിയോകളിൽ നിങ്ങൾ കണ്ടു കാണും. പക്ഷേ ഇതിപ്പം ഞാൻ വേറൊരു വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് എടുത്തിട്ട് കരിമീൻ വൃത്തിയാക്കുന്ന വേറൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതിന് നമ്മളിങ്ങനെ തൊലി ഇരിക്കുക, തൊലി ചെത്തുകയാണ്. അവരിച്ചിരിക്കും മാംസം, സാരമില്ല. സൗണ്ട് കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് മന്ദബുദ്ധി. എനിക്ക് വഴി ഷാരി പറഞ്ഞ കേട്ടോ, ഈ സൗണ്ട് വെക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ മന്ദബുദ്ധിയായ റുക്കുവാണ്. അതെ, ഇത് പറയുന്നത് മൊണ്ണശാലും. എനിക്ക് വയ്യ. ഷാരിക്കുട്ട ആപ്പിച്ചാത്തി തന്നെ അതെല്ലാം ഒരു വൃത്തിയില്ലാതെ മൊത്തം ചെളി പിടിച്ചിരിക്കുന്നു. ഞാനത് ഉരച്ച് കഴിഞ്ഞിരിക്കുന്നു. മിക്കവാറും ശാലി വയ്യ. ഫിലോപ്പിയ കടന്ന് കരയുന്നതാ നമ്മുടെ റുക്കു അവതരിപ്പിക്കുന്നത് കേട്ടോ. സിലോപ്പിയായി കൊല്ലുന്നു. എനിക്ക് ഇനി കഴി കഴിഞ്ഞിട്ട് പൊളന്നിട്ട് കഴുകണ്ടല്ലോ. വേണ്ട ഉറപ്പാണ്. ഒരു കിളുകളായില്ലേ? ഓ വെട്ടിചേമ്പിന് കിളുകള അല്ലാതെ പിന്നെ എങ്ങനെയാ? എന്റെ എന്തൊരു മക്കളാണോ. തിന്നണ്ടേ കേട്ടോ. ന്യൂ ജനറേഷൻ എന്തോന്നടി ഇത്. അയ്യോ നമുക്കൊക്കെ ഇതൊന്നും തിന്നുവേ വേണ്ട. കുറച്ച് മീനും ചിക്കനും ഒക്കെ അങ്ങോട്ട് കൊടു, പെരുക്കിക്കോളൂ. അടുത്തതായി സ്റ്റീലിൽ ചെസ് നമ്പർ 413. ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ആറ്റിന്ന് പിടിച്ച സിലോപ്പിയായ വെട്ടിക്കൊല്ലുമ്പോ കരയുന്ന ശബ്ദം. നമ്മൾ ഇപ്പം രാത്രി ആയതുകൊണ്ട് പുറത്ത് കൊണ്ടുപോയി കല്ലിലിട്ട് തേച്ച് കഴുകാനൊക്കെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പിഴുപുളി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ഇളം ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ ഇതേപോലെ കുറേ കരിമീൻ കൊണ്ടുവന്നപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. പിന്നിടാം ഇട്ടിട്ട് ഇളം ചൂടുവെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇച്ചിരി സമയം ഒന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തെ ഇത് നമ്മൾ കല്ലിലിട്ട് ഉരയ്ക്കേണ്ട. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് പുറത്ത് പോയി ഉരച്ച് കഴുകാൻ പറ്റുന്നില്ല, ചെത്തി എടുക്കാനും പറ്റില്ല. ചെറുതായതുകൊണ്ട് ശരിക്കും ചെതുമ്പൽ അങ്ങ് ഇളകി ഇഞ്ഞ് പോരും. വെള്ളം കൂടെ ഒഴിക്കട്ടെ. നല്ല ചൂടുണ്ട് ഈ വെള്ളത്തിന്. അപ്പം നമ്മൾ ഒരിച്ചിരി
പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടത് ചൂടുണ്ട്. നമ്മളിതിലോട്ട് പുളിയും ചൂടുവെള്ളവും കൂടെ പുളിവെള്ളത്തിൻ്റെ അകത്തിട്ടിരിക്കുക കേട്ടോ. ഇത് ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്. ഇത് വലിയ കുഴപ്പമില്ല, എന്നാലും ബാക്കി വെള്ളത്തിലിടാം. അപ്പോൾ ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഓക്കെ, 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോ? വാവ്, ഇവിടെ DIY ഫലിച്ചു. ഗ്രേറ്റ്. ഉണ്ട്. നമുക്കിപ്പോൾ രാത്രിയിൽ ഇപ്പം എന്തായാലും നമുക്ക് പുറത്ത് പോയി കല്ലേലിട്ട് വരച്ചെടുക്കാൻ പറ്റത്തില്ല. പകലായാലും നമുക്കിത് തന്നെ ചെയ്യാം. പക്ഷെ ഞങ്ങൾ പകൽ ഞാനങ്ങ് ചെത്തി എടുക്കത്തതേ ഉള്ളൂ. ഇതാണ്ട, നിങ്ങൾ നോക്ക്, സുന്ദരിയായ കരിമീൻ കണ്ട? കരിമീൻ്റെ പുറത്തെ അഴുക്കെല്ലാം പോയി കണ്ടോ? അടുത്തത് കാണിച്ചു തരാം. ദാ നോക്കിക്കോ, കല്ലിലിട്ട് എറിയുന്നതിന് കാര്യം കണ്ടോ? പെട്ടെന്ന് നമുക്ക് കണ്ടോ? നോക്ക് നിങ്ങൾ, ഇളം ചൂടുവെള്ളമാവുള്ളൂ, അല്ലാതെ വെന്ത് പോകും. മീൻ വെന്ത് പോകും കേട്ടോ. നോക്ക്, വൈറ്റനിങ് ക്രീം ഇട്ട എനിക്ക് ഈ റുക്കുവിന്റെ കാര്യം കണ്ടോ? കണ്ടോ? വല്ല വ്യത്യാസം ഉണ്ടോ പിള്ളേരെ? നീയൊക്കെ പഠിച്ചോടി ഇതൊക്കെ കണ്ട്. മനുഷ്യര് പോലും ഞെട്ട് ദേ നിങ്ങൾ നോക്ക്, കണ്ടോടാ? നാളെ തൊട്ട് പുളിവെള്ളത്തിൽ കുളിക്കാന്ന്. അയ്യോ, നിങ്ങൾക്കറിയില്ലേ ഈ പുളിവെള്ളം നമ്മുടെ മുഖത്തെ നന്നായിട്ട് അതാണ്. എൻ്റെ റബ്ബ്, നിങ്ങൾക്ക് തമാശ. എൻ്റെ മക്കളെ, ഈ പുളിവെള്ളം നമ്മുടെ ഈ വാളംപുളിയുടെ വെള്ളം നമ്മുടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ പോകുന്നതിന് പരീക്ഷിക്കുന്നത് നിങ്ങളുടെ മുഖത്തായിരിക്കും. ഇവളുമാർക്കെല്ലാം അങ്ങ് പോയി. ഇങ്ങോട്ട് കാണിയിര്, ഇങ്ങോട്ട് വേണ്ട വേണ്ട. വേണ്ടതേ നിങ്ങൾ നോക്ക്, നമ്മുടെ കരിമീൻ വെളുത്ത് സുന്ദരിയായിട്ട് തണ്ട ക്രീമൊക്കെ ഇട്ട് വെളുത്ത് വന്നാണ് കണ്ടോ മക്കളെ? നില്ല ഒരെണ്ണം കൂടെ ഒന്ന് കാണിച്ചേക്കാം. ലാസ്റ്റാണ് ഞാൻ, ലാസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് കാണിക്കാം. ഇത് എളുപ്പമുള്ള പണിയാണ് കേട്ടോ. നമുക്ക് കരിമീൻ്റെയൊക്കെ അഴുക്ക് കംപ്ലീറ്റ് തേണ്ടത് കണ്ട. വെട്ടിത്തിളച്ച വെള്ളം ഒഴിച്ചാൽ വേവിച്ച് പിച്ചി തിന്നാം, പറഞ്ഞേക്കാം. അങ്ങനൊന്നും ചെയ്യരുത്. സോം കഫേ പറഞ്ഞു അതെ, ചെതുമ്പല് പോകാൻ എളുപ്പം. വെള്ളത്തിലിട്ടാ നിങ്ങൾ പിച്ചി പിന്നെ കൂട്ടിക്കോണം. ഒരു 2 മിനിറ്റ് പോലും ആയില്ലേ റുക്കു? നമ്മൾ ആ പുളിവെള്ളം ഒഴിച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് പോലും എടുത്തില്ല. കണ്ട കണ്ട, സുന്ദരിയിൽ സുന്ദരിയായത് കണ്ടോ? ഓക്കെ, രാത്രി മണി 12:45 കേട്ടോ. പക്ഷേ ഇത് നമുക്ക് ഫ്രഷായിട്ട് കഴിക്കേണ്ടത്. മോനെ, ഞാൻ പുളിവെള്ളവും ചൂടുവെള്ളവും കൂടെ ഒഴിച്ചപ്പം വെള്ളം കണ്ട. അപ്പോൾ ഇനി ഇതണ്ട കണ്ട, നല്ല നമ്മൾ കല്ലിലിട്ട് ഉരച്ച് തേച്ച് കഴിയാൽ ഇത്രയും വൃത്തിയായിട്ട് കിട്ടത്തില്ല കേട്ടോ. അതുപോലെ ആയി. പക്ഷേ പകലായിരുന്നെങ്കിൽ ഞാൻ ചെത്തിയെടുത്ത് കല്ലിലിട്ട് ഉരച്ചെടുക്കത്തതേ ഉള്ളൂ, ഇങ്ങനെ ചെയ്യത്തില്ല. കണ്ട നോക്ക്. അപ്പോൾ ഇനി ഇതൊന്ന് പുരട്ടി, മസാല പുരട്ടി പൊരിക്കട്ടെ. കണ്ട, ചേമ്പ് പുഴുങ്ങുന്നേ പിള്ളേർ റെഡിയാക്കിയതാണ്. ഒരു കയ്യിലൊന്നും ഒതുങ്ങത്തില്ല. ഞാൻ 2 ആക്കി, അല്ലാതെ ചട്ടിക്കകത്ത് ഇടാൻ പറ്റത്തില്ല. നമ്മുടെ റുക്കമ്മ വേണ്ട പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് മസാല. ഓ, പരിന്ന് മുള ആരുടെ സിറ? എനിക്കറിയത്തില്ല. സുലൂക്കിനെ വെച്ചത് അതിൻ്റെ വയറിലൊക്കെ നിറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ മീനിന് മസാല പുരട്ടുന്ന സമയത്ത് സാധാരണ നമ്മൾ മസാല എല്ലാം പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ വെച്ചിട്ടല്ലേ, അതൊന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടല്ലേ നമ്മൾ പൊരിക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇപ്പം പൊരിച്ചെടുക്കണം. ഇപ്പം തന്നെ രാത്രി 1 മണിയാവാൻ പോകുന്നു. അപ്പം നമുക്കിപ്പോൾ കുറേ സമയം വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മളൊരല്പം ഉപ്പ് കൂട്ടിയിടുക, എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ഉപ്പ് മസാലയ്ക്കകത്ത് മീനിൻ്റെ അകത്ത് പിടിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മീനിന് മസാല പുരട്ടുന്ന സമയത്ത്
കുരുമുളക് ഏറെ ചേർക്കുക. അതുപോലെ കുറച്ച് പെരിഞ്ജീരകം കൂടി. നമ്മളിപ്പോൾ 1 സ്പൂണ് കുരുമുളകായി എടുക്കുന്നതെങ്കിൽ ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം കൂടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ മീനിന് നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇതിലൊന്ന് മസാല ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണ് കോൺഫ്ലോർ കൂടി ചേർത്തിട്ട് അടിപൊളിയായിട്ട് മസാല പുരട്ടി അങ്ങോട്ട് വെക്കുക. വെച്ചോ. നമ്മുടെ വലിയവനെ പുരട്ടണമെങ്കിൽ കൈ വെച്ച് പറ്റത്തില്ല. വരഞ്ഞ ആ വരകളിലെല്ലാം എന്തുമാത്രം മീനെ പിടിച്ചുകൊണ്ട് വന്ന് പാതിരാത്രിക്ക് കൊക്ക്, 1 ചാക്ക് കൊക്ക് കാണും. പണ്ട്, ഇപ്പോഴല്ല, ഇപ്പം നമുക്ക് പോലീസ് പിടിച്ചു കൊണ്ടുവന്ന് ജയിലിലിട്ട് 1, 2, 3, 4 ഇങ്ങനെ എണ്ണും. 80കളിലും 90കളിലും ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് കൊക്കിനെയും വെടിവെച്ച് പാതിരാത്രിക്ക് ഇതെല്ലാം കൊണ്ടുവരും. ഒരു ഹരവാണ് അന്നൊക്കെ. എല്ലാവരും ഉണ്ടല്ലോ കഴിക്കാൻ. രാത്രി 1 മണി സമയത്താണ് നമ്മൾ ഇതെല്ലാം റെഡിയാക്കി. ചിലപ്പോൾ നേരം വെളുക്കും. നാട്ടുകാർ 10 ഉറക്കം കഴിഞ്ഞ് പേരട്ടാ തീർന്നില്ലല്ലോ. അവൻ ഗ്രില്ല് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ 1 മീനല്ലേ ഉള്ളൂ വലുത്, അതെന്തോന്നും ഗ്രില്ല് ചെയ്യാനാ ഇനി. നമുക്കിത് പൊരിച്ചടിക്കാം നമ്മുടെ ഇതുമായിട്ട്. നമ്മളിതീ കാണുന്നത് പോലല്ല, ഇച്ചിരി ഉമ്മണി വലുതാ കേട്ടോ. കയ്യിൽ പറ്റത്തില്ല. അവിടെ നമ്മുടെ പുന്നാരിക്കുന്നുണ്ട്. നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ നമ്മളിങ്ങനെ ഇട്ടിട്ട് പൊരിക്കാന് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ അല്ലേ? യെസ്. ഒന്ന് വേണേൽ ഫ്രിഡ്ജിലോട്ട് വെക്കാം. വേണ്ട, സമയമില്ല. നമുക്ക് അങ്ങനെയല്ല, പെട്ടെന്ന് ശരിയാവാനുള്ള ഐഡിയ, അതുകൊണ്ട് പറഞ്ഞു ഫ്രീസറിലോട്ട് വെച്ചാൽ പെട്ടെന്ന്. നമുക്കിനി നമ്മുടെ മീനൊന്ന് പൊരിക്കാൻ. മണി 1:30 1:30 ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് എടുത്തിടാം. പപ്പ ചപ്പാത്തിയും മുട്ട റോസ്റ്റ്, രാവിലത്തെ മുട്ട റോസ്റ്റും ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു, അത് മതിയെന്നും പറഞ്ഞ് കഴിച്ചിട്ട് പോയി കിടന്നു. കുഞ്ഞു മക്കൾ സംഘങ്ങളെല്ലാം അവരും ചോറൊക്കെ ഉണ്ടു. ആച്ചിക്കുട്ടൻ മാത്രം ചപ്പാത്തി വാപ്പപ്പാടോടെ ഇരുന്ന് ചപ്പാത്തി കഴിച്ചു. അപ്പം ഞങ്ങൾക്ക് ചോറും ഉണ്ട്, ചപ്പാത്തി ഇരിപ്പുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചേമ്പ്, വെട്ടുചേമ്പും കൂടി നമ്മൾ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊരിച്ച് എടുത്തിട്ട് ചൂടോടെ പപ്പായെ കൂടെ വിളിക്കാം. പപ്പ പറഞ്ഞു എന്നെ ഇനി വിളിക്കണ്ട, ഞാൻ ചപ്പാത്തി കഴിച്ചതാണെന്ന് പറഞ്ഞു. എങ്കിലും നമുക്ക് നമ്മുടെ ഫ്രഷ് മീനും കൂടി കൂട്ടി കഴിക്കണ്ടേ. ഇതാണ് നമ്മുടെ ചേമ്പൊക്കെ അതേണ്ടത് പുഴുങ്ങി നല്ല ചൂടോടെ വെച്ചിട്ടുണ്ട്. മണി 1:30. ഇവനെ ലാസ്റ്റ് ഇവനെ നമുക്ക് ലാസ്റ്റ് പൊരിച്ചെടുക്കാം അല്ലേ? ചൂടോടെ കഴിക്കാം, ചൂടോടെ. നമ്മൾ ഈ മീൻ പൊരിക്കുകയും അതുപോലെ തന്നെ മീൻ കറി വെക്കുമ്പോൾ അത് തിളക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ജോലികൾ ചെയ്ത് നമ്മൾ ബോറടിക്കാതെ അതൊന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ സൗണ്ട് കേട്ടാലേ ശരിക്കും ഒരു സംഗീതം പോലെ നല്ല താളത്തിലാണ്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക, അടിപൊളിയാണ്. അമ്മേ, ഇപ്പോൾ നിങ്ങളിൽ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നായിരിക്കും മഴ പെയ്യുന്നത് പോലെയോ സംഗീതം കേൾക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നല്ല താളത്തിലൊരു കൊട്ട് കേൾക്കുന്ന പോലെയൊക്കെ തോന്നുന്നില്ലേ? നല്ല രസം. ഇങ്ങനെ നിന്ന് ജോലി ചെയ്താലുണ്ടല്ലോ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല, നമുക്ക് മുഷിച്ചിലുണ്ടാവത്തില്ല, ജോലി പെട്ടെന്ന് തീർക്കാൻ തോന്നും. അങ്ങനെ നമ്മുടെ കരിമീൻ്റെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെട്ടുചേമ്പ് കൂട്ടി ചൂടോടെ രാത്രി 1:30 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 മണിയാവും നമ്മളിത് കഴിക്കുമ്പോൾ. നിങ്ങളെല്ലാവരും നല്ല സുഖ നിദ്രയായിരിക്കും. അപ്പം ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇതിവിടെ പതിവാണ് കേട്ടോ. കഴിക്കാൻ വേറൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഇതൊരു ഹരമാണ്, ഒരു രസമാണ്. രാത്രി ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്ന നമ്മളായിരിക്കും ചിലപ്പോൾ മീനും കൊണ്ട് വരുമ്പോൾ ഇതൊക്കെ കണ്ടിട്ടിട്ട് പോയി കിടന്നുറങ്ങാൻ പറ്റത്തില്ലല്ലോ. പച്ചയ്ക്ക് വെച്ച് അതൊരു ഹരമാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും അതിനൊരു മാറ്റവും ഇല്ല. എത്ര ഫുഡ് കഴിച്ചിട്ട് കിടന്നാലും ഇപ്പോഴേ ഞാൻ പപ്പായ വിളിച്ചാൽ പപ്പ ഇപ്പോൾ എണീച്ച് വന്ന് കഴിച്ചോളും.
കുടിക്കാത്ത കൊള്ളത്തില്ല. നമ്മൾ ഫസ്റ്റ് ട്രിപ്പിലത് പൊരിച്ച് കഴിഞ്ഞു. നമ്മുടെ കരിമീൻ ഇത് കരിഞ്ഞതല്ല കേട്ടോ, മൊരിഞ്ഞതാണ്. കണ്ടാ, നമുക്ക് ദൂരെ ഒന്ന് നോക്കുമ്പോൾ ഇത് കരിഞ്ഞതാണെന്ന് തോന്നും. കരിഞ്ഞതല്ല, കണ്ടോ? കഷ്ടം. നിങ്ങളൊക്കെ വിചാരിക്കുന്നു സാമദ്രോഹി, അവൾ ഞങ്ങളെ കൊതിപ്പിക്കുന്നു പാതിരാത്രിക്കൊന്ന്. ബാക്കി നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ളത് നാളെ പൊരിച്ചു കൊടുക്കാം. അതങ്ങനെ അങ്ങ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാം. കുഞ്ഞുങ്ങൾക്ക് 4 പേർക്കും. നമ്മുടെ കരിമീൻ ഇതാ പൊരിച്ചു. നമ്മുടെ മറ്റേ എന്താ പറയുന്നത്, സിലോപ്പിയ അല്ലേ? ചെമ്പല്ലി. സിലോപ്പിയാന്നോ? എന്ത് പണ്ടാരും ഗ്രഹമുണ്ട്. വേണ്ട, അവനെ അങ്ങോട്ട് ഞങ്ങൾ പൊരിച്ചു. വെട്ടി ചേമ്പ് താണ്ട പുഴുങ്ങി. ഇങ്ങോട്ടെടുത്തോ സുഗ്നി മണികൾ. എൻ്റെ കണ്ടു ഞങ്ങളുടെ ശാലിക്കുട്ടനാണ് വെട്ടിച്ചേമ്പം പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. താലപ്പൊലിയേന്ത് നിൽക്കുകയാണ്. ഞാൻ പപ്പായി ഒന്ന് വിളിച്ച് നോക്കട്ടെ, എണീക്കുന്നെങ്കിൽ ചൂടോടെ കഴിക്കട്ടെ. എടുത്തോണ്ട് വാമനെ. സുലൂട്ടാ വാമനെ. പപ്പാക്കുട്ടിയെ ഞാനൊന്ന് വിളിച്ച് നോക്കാം, എണീക്കുന്നെങ്കിൽ എണീക്കട്ടെ. 1:30-2 മണി. നല്ല ഉറക്കമാണ് അല്ലേ? 2 മണിയായി. ഇപ്പം ഞങ്ങളിതെല്ലാം റെഡിയാക്കി വന്നപ്പോൾ 2 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം നിങ്ങളൊക്കെ നന്നായിട്ട് ഉറങ്ങുകയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പം ഞങ്ങളിവിടെ കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് നേരം വെളുത്തതേ ഉള്ളൂ. നോക്കടോ കുട്ടി, ഇങ്ങനെയുണ്ട്. ഓ സഹിക്കാൻ വയ്യ. ഇത് ചൂടോടെ വെച്ച് അങ്ങോട്ട് തിന്നി. ഓ പപ്പായും കൂടെ എണീച്ച് വന്നിരുന്നെങ്കിൽ. ഇല്ലേടാ മോനെ. എന്നാ പ്ലേറ്റ് എടുക്ക്. ഇങ്ങനെയുണ്ട് ഏസിലോട്ടാ. ഞാൻ പപ്പായ ഒന്ന് വിളിച്ച് നോക്കട്ടെ. വാടി മോളെ റുക്കമ്മേ, വാടി. ഉറക്കത്തിലായ ആളിനെ ഞങ്ങൾ പൊക്കിക്കൊണ്ടുവന്നു. ശാലമ്മ എടുക്കടാ, ഓരോന്നും എടുത്തു കൂടെ എല്ലാവർക്കും. അമ്പടാ, അതുകൊണ്ട് അത് ചിരിപ്പിച്ച് കഴിച്ചത് ഞാൻ നല്ല ചൂടോടെ. എൻ്റെ പിടിച്ചോണ്ട് വന്ന് കഷ്ടപ്പെട്ടവനെ ഇന്ന് പിടിക്കോ കുട്ടി. ഞാനും നമ്മനെ നല്ല പറ്റിയപ്പോൾ പപ്പാക്കുട്ടി നാടി മോനെ. ഉച്ചക്കലത്തെ ഞണ്ട ഫ്രഷായിട്ടേ പിടിച്ചോണ്ട് വന്നിട്ട് എനിക്ക് സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മക്കളെല്ലാം വീതം തന്ന് അപ്പം തന്നെ ഒരിടത്തിന് വേലയായി. വേണ്ട എനിക്കറിയാമല്ലോ. കാരണം എപ്പോഴായാലും ഇവരെല്ലാം കഴിച്ചിട്ട് കുറേ ഇടും. പക്ഷേ ഇതിപ്പോൾ അതെ പച്ചക്ക് വെച്ചയുടെ ടേസ്റ്റ്. വെളിച്ചെണ്ണ. ഇവിടെ പിള്ളേരൊക്കെ കഴിക്കുകയാണ്. കൊച്ചു പിള്ളേർ സംഘമൊക്കെ ഉറങ്ങി കേട്ടോ. ഞങ്ങൾ എല്ലാവരും കഴിക്കുകയാണ്. അതാ നമ്മുടെ വെട്ടിയമ്പ് അങ്ങോട്ട് മുറിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ ആ പൊരിച്ച മീനിൻ്റെ അരപ്പ് അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലേ. നമ്മുടെ സിലോപ്പിയടാ കണ്ടതാ. ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അയ്യോ കണ്ട നമ്മൾ ആ വെട്ടിയമ്പ് അങ്ങോട്ട് എടുത്ത് നമ്മുടെ ആ സിലോപ്പിയയിലോട്ട് അങ്ങോട്ട് മുക്കി. അപ്പോൾ അതാ നേരം വെളുത്ത് നമ്മുടെ കോഴിയൊക്കെ കൂവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതിലേക്ക് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.